കണ്ണൂർ അഴീക്കോട് മീൻകുന്ന് മുച്ചിരിയൻകാവിൽ ഉത്സവത്തിനിടെ പടക്കം പൊട്ടി 6 പേർക്ക് പരിക്ക്. ഇതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. തെയ്യം നടക്കുന്നതിനിടെ പൊട്ടിച്ച പടക്കം ആളുകൾക്കിടയിലേക്ക് വീണാണ് അപകടം. പുലർച്ചെ 4:30യോടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി KV ബൈജു, ഈ പരിക്കേറ്റവരുടെ നില ഗുരുതരമാണോ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ബൈജു, കേൾക്കാമോ? പരിക്കേറ്റവരുടെ ആരോഗ്യനില തൃപ്തികരമാണോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കണ്ണൂർ അഴീക്കോട് മീൻകുന്ന് മുച്ചിരിയൻകാവിൽ ഉത്സവത്തിനിടെ പടക്കം പൊട്ടിയാണ് 6 പേർക്ക് പരിക്കേറ്റത്. തെയ്യം നടക്കുന്നതിനിടെ പൊട്ടിച്ച പടക്കം ആളുകൾക്കിടയിൽ വീണാണ് അപകടം. ഇന്ന് പുലർച്ചെ 4:30യോടെയായിരുന്നു അപകടമുണ്ടായത്. KV ബൈജു വിവരങ്ങളുമായി. ബൈജു, ഒരാളുടെ നില ഗുരുതരമാണെന്ന് അറിയുന്നു. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നോ? ഈ നിലയിൽ അപകടം ഇങ്ങനെ ഒതുങ്ങി എന്ന് പറയുന്നത് ആശ്വാസകരമായ സാഹചര്യമാണ്. ശ്രീജ, തീർച്ചയായും ഒരാളുടെ നില ഗുരുതരമാണ്. ഇയാളെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കാലിന്റെ തൊടയിൽ പൊട്ടിയ നിലയിലാണ് ഉള്ളത്. ഏതായാലും ഒരു കുട്ടി ഉൾപ്പെടെ 6 പേർക്കാണ് ഇത്തരത്തിൽ പരിക്കേറ്റത്. പുലർച്ചെ 4:30 ഈ തെയ്യം അരങ്ങിലെത്തുന്ന ഒരു സമയത്തായിരുന്നു ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ചത്. ഏതായാലും ആചാരപരമായി പടക്കം പൊട്ടിക്കുന്ന ഒരു ക്ഷേത്രമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ആ ഒരു തെയ്യം വരുന്നൊരു വരവിൻ സമയത്ത് ഈ പടക്കം പൊട്ടിക്കുകയും ഈ അമിട്ട് മുകളിൽ നിന്ന് പൊട്ടാതെ ആൾക്കൂട്ടത്തിലേക്ക് വീഴുകയും അവിടെ നിന്ന് പൊട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ബപ്പിരിയൻ തെയ്യം എന്നത് വളരെ പ്രസിദ്ധമായ ഒരു തെയ്യമാണ്. ഈ തെയ്യം തെങ്ങിൽ കയറുന്ന ഒരു തെയ്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ പുലർച്ചെ തന്നെ ഈ ക്ഷേത്രത്തിലെത്തിയിരുന്നു. എന്തായാലും ഒരു കളിയാട്ട സീസണാണ് ഈ മലബാറിലൊക്കെ, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലൊക്കെ. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് ഇത്തരത്തിൽ പടക്കം പൊട്ടി 5 പേർ ദാരുണമായി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കർശന നിയന്ത്രണം ഈ പടക്കം പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകട വാർത്താ വിവരം വരുന്നത്. എന്തായാലും ഈ 6 പേരും അപകടനില തരണം ചെയ്തതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ ഈ പുലർച്ചെ ഈ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു. എന്തായാലും പ്രാദേശികമായി, അതായത് തദ്ദേശീയമായി ഉണ്ടാക്കിയ ഒരു അമിട്ടാണ് ഇത്തരത്തിൽ പൊട്ടിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് തൊട്ട് സമീപത്തെ പറമ്പിൽ നിന്നും ഈ പടക്കം പൊട്ടിക്കുന്നതിനിടെ ഇത് മുകളിൽ നിന്നും പൊട്ടാതെ ഈ അമിട്ട് ആൾക്കൂട്ടത്തിലേക്ക് വീഴുകയും അവിടെ നിന്ന് പൊട്ടുന്ന ഒരു അവസ്ഥയുമാണ് ഉണ്ടായത്. എന്തായാലും ഉടൻ തന്നെ എല്ലാവരും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഏതായാലും ഈ ക്ഷേത്രത്തിലെ ഉത്സവം ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഈ കൂടുതൽ അന്വേഷണം ഇത് സംബന്ധിച്ച് ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസും അറിയിക്കുന്നത്. ശ്രീജ.